പോത്തൻകോട് ജംഗ്ഷനിൽ പുതുമയോടുകൂടി തുടങ്ങിയ ഈ ഫാൻസിക്ക് എല്ലാവിധ ഭാവുകങ്ങളും തരുന്നു. ഇനി ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുത്തൻ നിറം നൽകി പോത്തൻകോടിന്റെ മനം കവർന്ന് ബേബേ ഫാൻസിയുടെ രണ്ടാമത് ഔട്ട്ലെറ്റ് പോത്തൻകോടിൽ പ്രവർത്തനം ആരംഭിച്ചു. കഴക്കൂട്ടം ചന്തവിളയിൽ കഴിഞ്ഞ ഒരു വർഷമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ബേബേ ഫാൻസിയുടെ രണ്ടാമത് ഔട്ട്ലെറ്റാണ് പോത്തൻകോടിന്റെ ഹൃദയഭാഗത്തായി അതിവിപുലമായ രീതിയിൽ ഇക്കുറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കസ്റ്റമേഴ്സിന് യഥേഷ്ടം കണ്ട് പർച്ചേസ് നടത്താനെന്ന വണ്ണം സജ്ജീകരിച്ചിട്ടുള്ള ലൈവ് ഡിസ്പ്ലേ ആണ് ബേബേ ഫാൻസിയുടെ പ്രധാന സവിശേഷത. വളകളുടെയും കമ്മലിന്റെയും കണ്ണഞ്ചിപ്പിക്കുന്നതും വൈവിധ്യമാർന്നതുമായ കൂറ്റൻ ശേഖരമാണ് ഔട്ട്ലെറ്റിലായി സജ്ജീകരിച്ചിട്ടുള്ളത്. ബാഗ്സ്, ടോയ്സ്, കോസ്മെറ്റിക്സ്, ഫാൻസി ഓർണമെന്റ്സ് എന്നിവയുടെ അത്യധികം കളക്ഷനുകളാണ് ബേബേയിൽ നിരത്തിയിട്ടുള്ളത്. വലിയ സന്തോഷം. കാരണം ബേബേ ഫാൻസി സെൻറ്റർ പോത്തൻകോട് തുടങ്ങുമ്പോൾ വളരെയേറെ സാധ്യതയുള്ള സ്ഥലമാണ്. ബിസിനസ് രംഗത്ത് വളരെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ് പോത്തൻകോട്. ഇത്തരത്തിലുള്ള സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ട്രെൻഡ് ഇത്തരത്തിലുള്ള ആഭരണങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ സാധ്യതകളുണ്ട്. ഈ സ്ഥാപനത്തിൽ എല്ലാവിധ ആശംസയും നേരുന്നു. പോത്തൻകോടിനെ സംബന്ധിച്ചിടത്തോളം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണെങ്കിലും കോർപ്പറേഷനുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു ഏരിയയാണ്. ഇത്തരത്തിലുള്ള കടകൾ ധാരാളം തന്നെ നമ്മുടെ പോത്തൻകോട്ടുണ്ട്. എന്നാലും പുതുതായിട്ട് തുടങ്ങുന്ന കടകൾ ഒന്നും തന്നെ അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെയും നടന്നു പോയിക്കൊണ്ടിരുന്നിട്ടുള്ളത്. നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം ധാരാളം കടകൾ ഞങ്ങൾ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. പോത്തൻകോടിലെ ജനങ്ങൾ അങ്ങനെ പുതുതായിട്ട് വരുന്നവരെ നെഞ്ചിലേറ്റാറുണ്ട്. ഇതും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഞങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകും. ഉദ്ഘാടനത്തിന് തന്നെ വൻ സ്വീകാര്യതയായിരുന്നു ഔട്ട്ലെറ്റിനായി പോത്തൻകോട് സമ്മാനിച്ചത്. മിതമായ നിരക്കിലും ഗുണമേന്മയിലും A to Z ഫാൻസി ഐറ്റംസും ഇനി യഥേഷ്ടം പർച്ചേസ് ചെയ്യാം. ഇത് ഫാൻസി ഫീൽഡിൽ ഇത് നമ്മുടെ രണ്ടാമത്തെ സ്ഥാനത്ത് നമ്മൾ വെറൈറ്റി കളക്ഷൻസ്, അതാണ് നമ്മുടെ ഒരു ഇത്. പിന്നെ പർച്ചേസ്, അതായത് സെൽഫ് പർച്ചേസ് രീതിയിലാണ് നമ്മളുടെ അറേഞ്ച്മെൻ്റ് എല്ലാം. ഏതൊരു കസ്റ്റമർ വന്നാലും അതുണ്ടോ ഇതുണ്ടോ എന്ന് നമ്മളടുത്ത് ചോദിക്കാതെ നമ്മളുടെ ഡിസ്പ്ലേ ഐറ്റംസ് അതെല്ലാം അവരൊക്കെ ചൂസ് ചെയ്ത് ഇനി അതിൽ വല്ല സജഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളടുത്ത് പറയാം.
അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ന്യൂ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, ഇൻസ്റ്റാ ട്രെൻഡ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ട്രെൻഡുകളിൽ ബാക്കിയുള്ള ഇതിൽ മാക്സിമം നമ്മൾ കഴിയുന്നതിൽ അപ്പുറം നമ്മൾ ചെയ്ത് കസ്റ്റമറെ ഹാപ്പിയാക്കാനുള്ള എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. നമ്മുടെ പുതിയ കളക്ഷൻസ് ഇപ്പോഴും തന്നെ അറൗണ്ട് 15,000-ന് മുകളിൽ തന്നെയാണ് കളക്ഷൻസ് ഉള്ളത്. വളയുടെ ഇതിൽ തന്നെ നല്ല അറൗണ്ട് 300 to 330, 400 റേഞ്ചിലെ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ. അതും ന്യൂ കളക്ഷൻസ്. പിന്നെ ഓക്സിഡൈസ്, ഇൻസ്റ്റയിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള നെക്ലസ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ആൻറ്റീക്കിൻ്റെ ഒരു ഇപ്പം തന്നെ കാണാം, ഒരു വിശാലമായൊരു കളക്ഷൻസാണ് ആൻറ്റീക്കിൻ്റെ. അത് ഒരു നല്ല, അതായത് ഗ്യാരണ്ടിപരമായിട്ട് കൊടുക്കപ്പെട്ട നല്ല ആൻറ്റീക്കിൻ്റെ ഒരു കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോഴത്തെ ഷോപ്പിൻ്റെ മെയിൻ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ അതായത് നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മൾ ഫുൾ ഡിസ്പ്ലേയിലാണ്. ഡിസ്പ്ലേ മീൻസ് എല്ലാം കസ്റ്റമറിന് വന്ന് കാണാം, അവർക്ക് ചൂസ് ചെയ്യാം ഏത് മോഡൽസ് ആണെങ്കിൽ. ഇനി ഔട്ടായ മോഡലുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്, പുതിയ മോഡൽസിൻ്റെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ആ സാധനം വേണമെങ്കിൽ അങ്ങനെയുള്ള എല്ലാം. അത് ഈവൻ വളയായാലും ആൻറ്റീക്ക് കളക്ഷൻസ് ആയാലും. പിന്നെ അതുപോലെ നമ്മളുള്ള അടുത്തത് കുറേ ഗിഫ്റ്റ് ഐറ്റംസ്, മാർബിൾ പേസ്റ്റിലുള്ള ഗിഫ്റ്റ് ഐറ്റംസ്, അതും ട്രെൻഡിങ് ഐറ്റംസുകൾ നമ്മളിലുണ്ട്. അതെല്ലാം നമ്മൾ ഇതിൽ കാണിക്കുന്നതായിരിക്കും നമ്മുടെ പുതിയ പുതിയ ഐറ്റംസ്. പിന്നെ ബാഗ് ഐറ്റംസ്, അതും നല്ല ക്വാളിറ്റിയിലുള്ള ബാഗ് ഐറ്റംസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഉണ്ട്. പിന്നെ കീ ചെയിൻ്റെ വലിയ കളക്ഷൻസ് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ബേബേ ഫാൻസിയുടെ പുതിയ ഔട്ട്ലെറ്റ് ഇനി പോത്തൻകോടിന്റെയും ഹൃദയം കവരും. ബിസിനസ് ഡെസ്ക്, തലസ്ഥാന വാർത്തകൾ.